ഇടുക്കി അയ്യപ്പൻകോവിൽ മൂന്നുചെയിൻ മേഖലയിൽ പട്ടയം നൽകാൻ പുതിയ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി. ഇടുക്കി അണക്കെട്ട് നിർമ്മാണത്തിനായി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്ത സ്ഥലമാണ് മൂന്നുചെയിൻ. ഈ സ്ഥലം വൈദ്യുതി വകുപ്പിന് ആവശ്യമില്ലെന്ന് കണ്ടെത്തിയിട്ടും കർഷകർക്ക് പട്ടയം നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇടുക്കി അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ 1800ഓളം കുടിയേറ്റ കർഷകരാണ് വർഷങ്ങളായി പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ജലാശയത്തിന്റെ പരമാവധി ജലനിരപ്പിൽ നിന്ന് 10 ചെയിനിലെ മുഴുവൻ ഭൂമിയും കുടിയൊഴിപ്പിക്കാനാണ് സർക്കാർ ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ഈ തീരുമാനം മാറ്റി. എന്നാൽ ഇവർക്ക് പട്ടയം നൽകുന്നതിനെ KSEBയും റവന്യൂ വകുപ്പും എതിർത്തു. ഒരു തവണ സർവേ നടത്തുകയും അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരാൾക്കും പട്ടയം നൽകിയില്ലെന്ന് മാത്രമല്ല, കൈവശരേഖ കൊടുക്കാൻ പോലും റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല. നിരവധി തവണ കർഷകർ സമരം നടത്തി. ഒന്നാം പിണറായി സർക്കാരിൽ M.M. മണി വൈദ്യുതി മന്ത്രിയായതോടെ KSEBയുടെ എതിർപ്പ് മാറി. എന്നാൽ മൂന്ന് ചെയിനിൽ പട്ടയം നൽകുന്നതിനെ റവന്യൂ വകുപ്പ് എതിർത്തു. VD സതീശൻ സർക്കാർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. പുതിയ സർക്കാരിൻ്റെ വക്താക്കൾക്കെല്ലാം തന്നെ ഇതേക്കുറിച്ചൊരു ബോധ്യമുണ്ട്, ഏതാണ്ട് ബോധ്യമുണ്ട്. ധീരമായൊരു നിലപാട് മുഖ്യമന്ത്രിയും ഇവിടുത്തെ MLA-മാരും കൂടി എടുത്താൽ ഇത് പരിഹരിക്കാൻ ഒരു മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാനേ ഉള്ളൂ. സാധാരണക്കാരന് വീട് വയ്ക്കാൻ കൈവശരേഖ നൽകുന്നതിന് പോലും റവന്യൂ വകുപ്പ് തടസ്സം നിൽക്കുകയാണ്. സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായുള്ള നൂറുകണക്കിന് കർഷകരുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് അനന്തമായി നീളുന്നു. അമൃത ന്യൂസ്, ഇടുക്കി.